ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. 2023 മെത്രാന്മാർക്ക് വേണ്ടിയുള്ള വത്തിക്കാൻ കാര്യാലയത്തിൻ്റെ പ്രീഫക്റ്റായി കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ്, ഇപ്പോഴത്തെ ലിയോ 14 മാർപ്പാപ്പ, നിയമിതനായത്. മെത്രാന്മാരുടെ തിരഞ്ഞെടുപ്പ്, പെരുമാറ്റം എന്നിവയെല്ലാം നിയന്ത്രിക്കുന്ന വത്തിക്കാൻ കാര്യാലയത്തിൻ്റെ പ്രീഫക്റ്റ്. വിമത മെത്രാന്മാരെ കൈകാര്യം ചെയ്യാൻ താങ്കളുടെ കാര്യാലയം സ്വീകരിക്കുന്ന ഏറ്റവും നല്ലതായ അല്ലെങ്കിൽ ഏറ്റവും അജപാലനപരമായ കാര്യമെന്ത്? ഈ ചോദ്യത്തിന് ഉത്തരമായി കർദിനാൾ പ്രിവോസ്റ്റ്, ഇപ്പോൾ പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പ, മറുപടിയായി പറഞ്ഞത് ഇങ്ങനെ: വിമത മെത്രാന്മാരുടെ ഗണം എന്നുപയോഗിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും അവിടെ എനിക്ക് തോന്നുന്നത് ഒരു സവിശേഷ കാര്യം വേണ്ടിവരുന്നു. ഓരോ മെത്രാനെയും, എല്ലാ മെത്രാന്മാരെയും ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. അനുസരണം ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും പരിശുദ്ധ പിതാവുമായി ഐക്യതയിൽ ജീവിക്കാമെന്നും പ്രവർത്തിക്കാമെന്നും ഞങ്ങൾ മെത്രാൻ പട്ടം സ്വീകരിക്കുന്നതിന് മുൻപ് ഒരു പ്രത്യേക വാഗ്ദാനം, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ വ്രതം എന്ന് വിളിക്കാം, എടുക്കുന്നുണ്ട്. അതിനാൽ ഓരോ മെത്രാനും അതേക്കുറിച്ച് തുടർച്ചയായി വിചിന്തനം ചെയ്യണം. മെത്രാൻ സംഘത്തിൻ്റെ കൂട്ടായ്മയും പരിശുദ്ധ പിതാവുമായുള്ള ഐക്യതയും അഭിവൃദ്ധിപ്പെടുത്താനായി എങ്ങനെ ഒരുമിച്ച് നടക്കാമെന്ന് സ്ഥിരമായി അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. മെത്രാന്മാരുടെ കാര്യാലയത്തിൻ്റെ പ്രീഫക്റ്റായിരുന്ന സമയത്ത് കർദിനാൾ പ്രിവോസ്റ്റ് നൽകിയ ഈ സന്ദേശം, അദ്ദേഹമാണ് ഇപ്പോൾ ലിയോ 14 മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മെത്രാന്മാരുടെ കാര്യാലയത്തിൻ്റെ പ്രീഫക്റ്റ് സമയത്ത് അദ്ദേഹം നൽകിയ അതേ സന്ദേശം കൂടുതൽ ആഴത്തിൽ അർത്ഥവത്തായി മാർപ്പാപ്പയായി അടിവരയിട്ട് നൽകുന്നുവെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് സീറോ മലബാർ സഭയുടെ മെത്രാന്മാർക്കുള്ള വലിയ സന്ദേശമാണ്. കാരണം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 4 പ്രാവശ്യം സീറോ മലബാർ സഭയോട് ആവശ്യപ്പെട്ട സംഗതി അനുസരിക്കാതിരിക്കാൻ ഇപ്പോൾ പഴുതു നോക്കുന്നത് അവർ തന്നെയാണ്. ചുരുങ്ങിയ പക്ഷം മിനിഞ്ഞാന്ന് മീഡിയ കമ്മീഷന്റെ പേരിൽ ഇറങ്ങിയ പത്രക്കുറിപ്പ് വ്യക്തമാക്കുന്നത് അതാണ്. ഇതുവരെ സഭയിൽ വിമത വൈദികരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് സാധാരണക്കാർ കരുതിയിരുന്നത്. അല്ലെങ്കിൽ ഏതാനും മെത്രാന്മാർ മാത്രമേ വിമതരുള്ളൂ എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ മെത്രാന്മാരിൽ വളരെ പേർ മാർപ്പാപ്പയെ അനുസരിക്കാത്ത വിമതരാണെന്ന അഭീകര സത്യം പുറത്തു വന്നിരിക്കുന്നു. അത് ഗുരുതരമായ പ്രതിസന്ധിയാണ് സഭയ്ക്ക് സൃഷ്ടിക്കുന്നത്. മാത്രമല്ല, തങ്ങളുടെ സൂനകദോസിൽ വെച്ച് തങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനത്തിനെതിരെ അവർ തന്നെ നിലപാടെടുക്കുന്നത് എങ്ങനെ ന്യായവൽക്കരിക്കാനാകും? ഒരുപക്ഷെ സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ആഴമേറിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നാം നേരിടുന്നത്. കാരണം വിദേശികളോ അന്യസഭയിൽപ്പെട്ടവരോ ആണ് പീഡിപ്പിക്കുന്നതെങ്കിൽ നമുക്കത് പിന്നെയും മനസ്സിലാക്കാമായിരുന്നു. ഇപ്പോൾ സ്വന്തം സഭയിൽപ്പെട്ട മെത്രാന്മാർ തന്നെയാണ് മാർപ്പാപ്പയ്ക്കെതിരെ, സഭയുടെ ഐക്യതയ്ക്കെതിരെ തെറ്റ് ചെയ്ത് ശീശ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു സന്ദേഹം സഭാമണ്ഡലത്തിലാകെ നിറഞ്ഞു നിൽക്കുന്നു. കൊച്ചുകുട്ടികളടക്കം മുതിർന്നവർ വരെ സകല അൽമായരും സത്യവിശ്വാസികളും വേദനയുടെ അങ്ങേയറ്റത്തെത്തിയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത ഒരു ഹൃദയനീറ്റലിലൂടെയാണ് ഓരോ വിശ്വാസിയും കടന്നു പോകുന്നത്. ഇവരുടെ വേദന മനസ്സിലാക്കാൻ പോലും മെത്രാന്മാർക്ക് കഴിയുന്നില്ല എന്ന ദുരന്ത
സത്യത്തിന് മുമ്പിൽ, കറുത്ത സത്യത്തിന് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ച് നിൽക്കുകയാണ്. മാർപ്പാപ്പയെ ധിക്കരിക്കാൻ പഴുതു നോക്കുന്നതിലൂടെ മെത്രാന്മാരിൽ ചിലർ തന്നെ തത്വത്തിൽ ശീഷ്മയിലായിരിക്കുന്നുവെന്ന ദുരന്തമാണ് സീറോ മലബാർ സഭ നേരിടുന്നത്. നമുക്ക്, തീർത്തും നിസ്സഹായരായി നിൽക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മെ നേർവഴിക്ക് നയിക്കേണ്ടവർ തന്നെ വഴിതെറ്റിപ്പോയിരിക്കുന്നു. ആടുകളല്ല, ഇടയന്മാരാണ് വഴിതെറ്റിപ്പോയിരിക്കുന്നത്. അതിനാൽ നമുക്ക് സാക്ഷാൽ ഇടയനായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. വിമത മെത്രാന്മാർക്ക് സദ്ബുദ്ധി കൊടുക്കണമേ എന്നും അവർ ശീഷ്മയിൽ വീഴാതെ കാക്കണമേ എന്നും നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. കർത്താവ് തക്ക സമയത്ത് നമുക്ക് വേണ്ടി ഇടപെടാതിരിക്കുകയില്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.